നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എങ്ങനെയുണ്ടായിരുന്നു അവിടുത്തെ പെർഫോമൻസ്? വല്ലതും നടന്നോന്നോ? 100 200% സക്സസ്. എന്താ ഡെവലപ്മെന്റ്? അത് വേഗം അങ്ങോട്ട് പറഞ്ഞാലേ അതിന്റെ ആ രസം അങ്ങോട്ട് പെട്ടെന്ന് തീർന്നു പോകും. നുണഞ്ഞ് ആസ്വദിച്ച് ഞാൻ അങ്ങോട്ട് പറയാം. അങ്ങനെ നീ മാത്രം നുണയണ്ട. സംഭവിച്ചത് എന്താന്ന് വേഗം അങ്ങോട്ട് പറ. അതെ, എടി പറയടി. പോയി. എന്ത്? അവള് പോയിന്ന്. ഇനി ഇങ്ങോട്ട് തിരിച്ചു വരികേയില്ല. തിരിച്ചു വരത്തില്ലെന്ന് നിനക്ക് അങ്ങനെ അറിയാം? ഈ പുരാണത്തിലെ പാഞ്ചാലി മുടി അഴിച്ചിട്ട് ശപഥം ചെയ്തതുപോലെ ഉഗ്ര ശപഥം നടത്തിയിട്ടാ പോയിരിക്കുന്നെ. ഓഹോ, ആരെങ്കിലും ശപിച്ചോ? പിന്നെ കൊലപാതകയുടെ മോള് ശപിച്ച ആർ കേക്കാനാ? പോയി പണി നോക്കട്ടെ അവള്. അല്ല, നിങ്ങളുടെ മുത്തശ്ശി ഇതൊന്നും കണ്ടില്ലേ? അവളുടെ പോക്ക് തടയാൻ മുത്തശ്ശി പരമാവധി നോക്കി. വലിയ ഗമയില് ശപഥം എടുത്തു പോയില്ലേ? അവള് നിന്നില്ല, അവള് പോയി. ഭാഗ്യം. ആരുടെ ഭാഗ്യം അത്? നിന്റെ ഭാഗ്യം, അല്ലാതാരുടെയാ? നന്ദനെ കൊണ്ട് എനിക്കെന്തുപകാരം? നിനക്കല്ലേ അവനെ വേണ്ടത്. വേണോന്ന് എനിക്ക് മാത്രം തോന്നിയതുകൊണ്ട് കാര്യമില്ലല്ലോ. നിനക്കും എടുക്കുണ്ടെങ്കില് അവനെ കൊണ്ട് അങ്ങനെ തോന്നിപ്പിക്കാം. നീ ഒരു കാര്യം ചെയ്യണം. ഇപ്പൊ തന്നെ അവനെ ഫോണിൽ വിളിച്ച് ആത്മാർത്ഥമായിട്ട് അവനെ ഒന്ന് ആശ്വസിപ്പിക്കുക. മനസ്സ് കലങ്ങി മറിഞ്ഞു കിടക്കുന്ന സമയോ. ഈ നേരത്ത് ആശ്വാസം കൊടുക്കുന്നത് ആരായാലും അയാളിലേക്ക് അവൻ ചായും. നല്ല ഐഡിയ. ഞാൻ ആശ്വസിപ്പിക്കാം, പക്ഷേ അവൻ ആശ്വസിക്കണം. വെറുതെ അതും ഇതും പറയാതെ പ്രണയത്തോടെ ആശ്വസിപ്പിക്കണം. അവനെ നിന്നിലേക്ക് അടുപ്പിക്കാൻ കിട്ടുന്ന സുവർണ അവസരം മോളെ ഇത്. അത് യഥാവിധം പ്രയോഗിച്ച സംഗതി ക്ലീൻ. ശരി. ശരണി, ഒടുവിൽ നീ വന്നുവല്ലേ? പറ്റിയ മുഹൂർത്തത്തിൽ തന്നെ നീ എത്തിച്ചേർന്നല്ലോ മോളെ. നീ എവിടെയായിരുന്നെന്നറിയാവുന്ന ഒരേ ഒരാൾ നിന്നെ സ്വീകരിക്കാൻ ഇപ്പൊ എവിടില്ല. വാ മോളെ, വന്ന കാലി നിൽക്കണ്ട, അകത്തേക്ക് പോവാം. വാ, നട. ചേച്ചി, ചേച്ചി, ചേച്ചി ഇനി കാണാനേ പറ്റില്ലല്ലോ എന്ന പേടിയിലായിരുന്നു. തിരിച്ചു വന്ന് കണ്ടപ്പോ സന്തോഷിക്കാൻ പറ്റാത്ത സാഹചര്യമായി പോയല്ലോ ചേച്ചി. എല്ലാം അറിഞ്ഞിട്ട് പുറപ്പെട്ടു വന്നതന്നെ. അമ്മയെ ഞാൻ ജയിലിൽ ചെന്ന് കണ്ടിരുന്നു. കണ്ടപ്പോ നന്ദിത എന്താ പറഞ്ഞത്? അമ്മ പറ മോളെ, അമ്മ എന്തു പറഞ്ഞു? അത് എന്നെ കണ്ടത് അമ്മയ്ക്ക് വലിയ സന്തോഷായിട്ടുണ്ട്. പക്ഷേ അവള് ജയിലിലാണല്ലോ കിടക്കുന്നത്. അമ്മ വളരെ ബോൾഡാ മുത്തശ്ശ. അങ്ങനെ വലിയ സങ്കടമൊന്നും അമ്മ കാണിച്ചില്ല. വീട്ടിലുള്ളതുപോലെ തന്നെ. അമ്മ ഒരു സങ്കടവും പുറമെ കാണിക്കില്ല. മുമ്പ് ഞാൻ എത്ര ഹാർഷായി പെരുമാറിയപ്പോഴും അമ്മയുടെ കണ്ണീന്ന് ഒരു തുള്ളി കണ്ണുനീര് പോലും പൊടിഞ്ഞു കണ്ടിട്ടില്ല. അങ്ങനെ കരഞ്ഞു തകർന്നു പോകുന്നവളാണ് അമ്മയെങ്കില് നമ്മളെയൊക്കെ വളർത്തി വലുതാക്കുമായിരുന്നോ?
അച്ഛനില്ലാതെ മക്കളെ വളർത്തണമെങ്കില് ഒരു സ്ത്രീക്ക് എന്തുമാത്രം മനക്കരുത്തുണ്ടായിരിക്കണം. ശരിയാണ് മോളെ. എന്റെ മകന്റെ ഭാര്യയായിരുന്നിട്ടും അവന്റെ വിയോഗത്തിന് ശേഷം ഞാൻ അവളെ എത്ര വട്ടം നിർബന്ധിച്ചിരിക്കുന്നു മറ്റൊരു വിവാഹത്തിനു വേണ്ടി. അതിന്റെ പേരിൽ മാത്രമേ അവൾ എന്നോട് കയർത്തിട്ടുള്ളൂ. പറക്കമുറ്റാത്ത മക്കളെ വളർത്തിയെടുക്കാൻ ഒരാൺതുണ വേണമെന്നേ ഞാൻ കരുതിയിട്ടുള്ളൂ. എന്നിട്ടും പിന്നീട് അങ്ങോട്ട് ഇന്നേ വരെ അവൾ ജീവിച്ചത് മക്കൾക്ക് വേണ്ടി മാത്രമാണ്. ചേച്ചി, അമ്മ ഇപ്പൊ ജയിലിൽ കഴിയുന്നില്ലേ? ആ സ്ഥാനത്ത് അവിടെ കിടക്കേണ്ടിയിരുന്നത് ഞാനാ. എന്താ നീ പറയുന്നത്? ഒരുപാട് സംഭവങ്ങളുണ്ടായി ചേച്ചി. എല്ലാം ചേച്ചിയോട് പിന്നെ പറയാം. അമ്മ ഈ നിലയിലേക്കൊക്കെ എത്താൻ കാരണം ഞാനാ. എനിക്ക് വേണ്ടിയാ അമ്മ കുറ്റയേറ്റ് അവിടെ കഴിയുന്നത്. എനിക്കത് സഹിക്കാൻ കഴിയുന്നില്ല. നീ കരച്ചിലടക്കുമോളെ. ചേച്ചി ഇങ്ങി വന്ന് കയറിയതല്ലേ ഉള്ളൂ. എന്തേലും കഴിച്ച് വിശ്രമിക്കട്ടെ. മോളെ ശരണ്യെ, എന്താ? നന്ദിത അവിടെ സുഖമായി ഇരിക്കുന്നുണ്ടല്ലോ അല്ലേ? അതെ മുത്തശ്ശ, അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. നീരജെ, അലോക് എവിടെ? അവൻ നല്ല ഉറക്കം, മുറിയിലുണ്ട്. അവനെ ഞാനൊന്ന് കാണട്ടെ. വേണ്ട, എന്നെ തുടരുത്. എന്റെ അമ്മയെ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചിട്ട് വന്നിരിക്കല്ലേ? മോനെ അലോക്, വേണ്ട. ഇത് ഞാനാ, നിന്റെ ചേച്ചി. അറിയാം, ചേച്ചി ഒളിച്ചിരുന്നിടത്തല്ലേ അമ്മ ഇപ്പൊ ഇരിക്കുന്നത്. കൊണ്ടുപോ എന്റെ അമ്മയെ. അലോകെ, വേണ്ട, ഞാൻ അമ്മ. എന്നെ തൊടണ്ട. അമ്മയെ കൊണ്ടുവരാതെ എന്റെ അടുത്ത് ഇരിക്കണ്ട. എഴുന്നേറ്റ് പോ. എന്താ ഇവൻ എന്നോട് ഇങ്ങനെയൊക്കെ? കാലിന് പരിക്കേറ്റിരിക്കാൻ തുടങ്ങിയപ്പോ മുതല് ഇടയ്ക്കിടയ്ക്ക് ഇവൻ ഇങ്ങനെയാ, വയലന്റ് ആവും. ഉള്ളില് ഫ്രസ്ട്രേഷൻ കൊണ്ടാവും അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഞാൻ അമ്മയെ ഒളിപ്പിച്ചിരിക്കുകയാണെന്നാണല്ലോ ഇവൻ കരുതിയിരിക്കുന്നത്. ചേച്ചിയും കാണാതായ വിവരം ഇവനറിയാം. അതുകൊണ്ട് ഇവനങ്ങനെ തോന്നിയതാവും. ഇവനൊരു സൈക്കാട്രിസ്റ്റിനെ കാണിച്ചിരുന്നു. എന്നിട്ട് ഈ പ്രായത്തില് പെട്ടെന്ന് ഇങ്ങനെ ഏകാന്തതയില് പെട്ടുപോയതിന്റെ അസ്വസ്ഥതയായി ഇവൻ കാണിക്കുന്നത്. അലോകെ, നീ ഇവിടെ ഒറ്റയ്ക്കല്ലല്ലോ, നീരജ ചേച്ചി ഉണ്ടായിരുന്നല്ലോ. നാളെ മുതൽ നിന്നോടൊപ്പം കളിക്കാൻ ഞാനും കൂട്ടിനുണ്ടാവും. നമുക്കെല്ലാവർക്കും കൂടി പണ്ട് നമ്മൾ കളിച്ച കളികളെല്ലാം കളിക്കാം, കേട്ടോ? എന്റെ ഒപ്പം ഉള്ളവരോടൊപ്പം എനിക്ക് കളിക്കേണ്ടത്. ശരി, മോന്റെ ഒപ്പമുള്ള കൂട്ടുകാരെ ചേച്ചിമാര് കണ്ടുപിടിച്ചുതരാം. എന്താ? നീളയുടെ അടുത്ത് പോകാന്നും പറഞ്ഞ് അമ്മ എന്നെ പറ്റിച്ചു. എന്നും പറ്റിക്കും. എനിക്ക് ആവശ്യമുള്ളതൊന്നും ആരും ചെയ്തു തരില്ല. ആര് പറഞ്ഞു? മോനെ ഞാൻ കൊണ്ടുപോവാം നീളയുടെ അടുത്തേക്ക്. സത്യം? പിന്നല്ലാതെ. എങ്കി അമ്മയുടെ അടുത്ത് എന്നെ കൊണ്ടുപോകണം. കൊണ്ടുപോവാം.